എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്യാനായിട്ടാണ് തുടങ്ങുന്നത്. കാര്യം റിവ്യൂ അല്ല കേട്ടോ. അതായത് നമ്മുടെ വല്യേട്ടനും മഴവിൽ സഹോദരിമാരും തമ്മിലുള്ള ഒരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴക്ക് എത്ര പേര് കണ്ടു കേട്ടു എന്നൊന്നും അറിയില്ല. അപ്പോൾ കാണാത്ത ആളുകൾക്കായിട്ട് ഞാൻ ആ വഴക്ക് അവിടെ വെച്ച് തരാം. ചെയ്യാത്ത കാര്യത്തിനാണ് മുഖം മാറാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏത് തരാണെന്നുള്ളത്. എന്ത് തരം എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? ഞാൻ സംസാരിക്കും അതിന്റെ ഇടയ്ക്ക് വരെ നിങ്ങളാരാ ഭരണം? പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ഭരണം. എന്തായാലും മീശ പിരിച്ച് പെങ്ങന്മാരെ സംരക്ഷിച്ചിങ്ങനെ ചേർത്ത് പിടിച്ച് നടന്ന നമ്മുടെ ഷാനവാസ് എന്ന് പറയുന്ന മാമംഗലത്ത് വീട്ടിൽ മാധവൻകുട്ടി ഇതേ ഇപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആതിരയും നൂറയും നല്ല വൃത്തിയായിട്ട് അണ്ണാക്കിൽ കൊടുത്തു. വല്ല കാര്യമുണ്ടായിരുന്നോ? എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയത്? വല്യേട്ടൻ ചമയൊക്കെ അല്ലായിരുന്നോ? ആദ്യം നമ്മൾ എന്തിനാണ് ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലേക്ക് നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും നമ്മുടെ പ്രൊഫഷനും എല്ലാം കളഞ്ഞിട്ട് കയറി വന്നത് എന്നുള്ളൊരു ബോധം ആദ്യം മനസ്സിലുണ്ടായിരിക്കണം. ആ വരുന്ന ഏത് മത്സരാർത്ഥിക്കായാലും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് അവിടെ വന്നിട്ട് ഗ്രൂപ്പിസം കളിക്കുകയും പെങ്ങളുകുട്ടി ആങ്ങളെ ചമയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറുപടികളും ഇതുപോലെയുള്ള ഗോസിപ്പുകളൊക്കെ കേൾക്കേണ്ടി വരും. കണ്ണീർ കണ്ട പെണ്ണുങ്ങൾക്കുള്ള വായിലിരിക്കുന്ന വേണ്ടാതിനങ്ങളും കേൾക്കേണ്ടി വരും. അപ്പം അത് കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരിക്കണം. നിങ്ങളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതാണ് എനിക്കിവിടെ പറയാനായിട്ട് തോന്നുന്നത്. അതായത് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. നല്ല രീതിയിൽ നമുക്ക് ഷാനവാസിൻ്റെ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും. നല്ല ഒരു രീതിയിൽ വന്ന ഒരാളാണ്. പക്ഷെ ഫാമിലി വീക്ക് വന്നിട്ട് പോയതിന് ശേഷം പുള്ളിക്കാരൻ ആകെ വീക്കായിപ്പോയി. പുള്ളിക്കാരൻ എന്തോ ആണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മളുടെ പെങ്ങള് കുട്ടികളുമായിട്ടുള്ള നമ്മുടെ മഴവിൽ മഴവിൽ കപ്പിൾസുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ വന്നതിന് ശേഷം പുള്ളിക്കാരൻ എന്തൊക്കെയോ ആണെന്ന് പുള്ളിക്കാരന് തോന്നിപ്പോയി. ആ ഒരു ഗ്യാങ്ങിലേക്ക് ഇതേ നമ്മുടെ അനുമോളും കൂടി പോയി. അനുമോൾക്കാണെങ്കിൽ പലരും പറയുന്നുണ്ട് ആദില നൂറയോട് കൂടിയതിൻ്റെ ഫലമായിട്ടാണ് അനുമോൾക്ക് കൂതറ സ്വഭാവം വന്നതെന്ന്. ഒരിക്കലുമല്ല. അവരുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഒരാളുമായിട്ട് കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ട് കൂതറ സ്വഭാവം വരണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മാസങ്ങളുടെ കൂട്ടുണ്ടാവണം, അല്ലെങ്കിൽ വർഷങ്ങളുടെ കൂട്ടുണ്ടാവണം. ഇത് ബിഗ് ബോസ് പോലുള്ള 4 ചുറ്റും ക്യാമറ വെച്ചിരിക്കുന്ന ഒരു ഹൗസിൽ ചെന്നിട്ട് കൂട്ടുമൂലം വഴിതെറ്റി പോയി എന്ന് പറയാനായിട്ട് എന്തുവാടേ? അവിടെ നടക്കുന്ന കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ അനുമോള് വഴിതെറ്റി പോകാനായിട്ടുള്ളത്? ശരിക്കും 10-70 ദിവസം കഴിഞ്ഞപ്പോൾ അനുമോളുടെ തനി ഗുണമാണ് അനുമോള് കാണിക്കുന്നത്. അല്ലാണ്ട് ആദിലെ പറഞ്ഞിട്ടോ നൂറ പറഞ്ഞിട്ടോ ഒന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളൊക്കെ. ഇങ്ങനെ അന്തം ഫാൻസ് ആവാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആദിലെ ആയാലും നൂറയായാലും ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കിഷ്ടമല്ല. അത് വേറൊരു സത്യം. ഇപ്പോൾ അനുമോളെന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ വരാറുണ്ട്. എല്ലാവരുടെ ഭാഗത്തു നിന്നും വീഴ്ചകളും തെറ്റുകളും ഒക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും വരാറുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ആളുകൾ അനുമോൾ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോള് ആദിലയോടും നൂറയോടും കൂട്ടുകൂടിയതിന് ശേഷമാണ് അനുമോളുടെ ക്യാരക്ടർ ഇങ്ങനെ ആയെന്ന്. എന്താ ഇതിനൊക്കെ മറുപടി പറയുക? ശരിക്കും അനുമോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അനുമോൾ വന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ഒരു ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ അല്ലെ ഒരു ഗ്ലാസ് പാലിൻ്റെ പേരിലോ ഒക്കെ എന്തുമാത്രം അലിമ്പുണ്ടാക്കുന്ന വ്യക്തിയാണ് അനുമോള്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് അനുമോൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കള്ളക്കരച്ചിലും കപട നാടകവും അതും ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്. അവിടെ കൂടുതലും പെർഫെക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. പിന്നെ അനീഷിനുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തെറി പറയില്ല. എത്ര ദേഷ്യമെന്ന് ഒരു കാര്യം തന്നെ 50 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നാലും അവിടെ ആരെയും ചീത്ത വിളിക്കില്ല എന്നുള്ളൊരു ക്വാളിറ്റി ആ പുള്ളിക്കാരന് ഉണ്ട്. അത് എടുത്ത് പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് നല്ല രീതിയിൽ ഈ പെങ്ങള് കൂട്ടി കാർഡ് എടുക്കാതെ മര്യാദയ്ക്ക് ഗെയിം കളിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരന് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരുന്നതുമായിരുന്നു. ഇവിടെ ഇപ്പോൾ
പെങ്ങള് കുട്ടിയുടെ വായിൽ നിന്ന് വീഴുന്നതും ആങ്ങളയുടെ വായിൽ നിന്ന് വീഴുന്നതും ഒക്കെ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്തില്ലേ. അതിൽ നിന്ന് രസം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആദിലെ പുള്ളിക്കാരനെയാണ് നോമിനേറ്റ് ചെയ്തതെന്നുള്ളത്. പിന്നെ പറയണോ പുള്ളിക്കാരൻ്റെ ഒരു പുകില്. അങ്ങനെ അതിൻ്റെ പേരിൽ നല്ലൊരു വഴക്കൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും കാണിക്കുന്നില്ല. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർ പണിഷ്മെൻറ്റ് തരും. അപ്പോൾ അതിനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും പറയാനുള്ള എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറുക. അത് ആരായാലും വെറുതെ ആവശ്യമില്ലാത്ത കാർഡൊക്കെ ഇറക്കി ഇവളുമാരുടെയൊക്കെ വായിന്ന് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ ഷാനവാസേ? പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് അത് കേൾക്കാൻ യോഗ്യതപ്പെട്ടവനാണ്, അർഹതപ്പെട്ടവനാണ്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവളുമാരുടെ മൂടും താങ്ങി നടക്കുമ്പോൾ LGBTQ വോട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കിട്ടുമല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം. പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ, പറഞ്ഞിട്ട് അധിക ദിവസം പോലും ആയിട്ടില്ല. എൻ്റെ മക്കളാണ് ഇങ്ങനെ കാണിച്ചതെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ തള്ളിക്കളയില്ല, അവരെ ഞാൻ നടതള്ളില്ല, ഞാൻ മാക്സിമം പറഞ്ഞു നോക്കും, എന്നിട്ടും കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കും എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യൻ. അതും 3 വോട്ടിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഈ ഷാനവാസ് പറഞ്ഞത് പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, വോട്ട് മോഹിച്ചിട്ടൊന്നും പറഞ്ഞതല്ല, അയാളുടെ ശുദ്ധഗതിക്ക് അയാൾ പറഞ്ഞതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വാദമാണോ മനുഷ്യരെ? അയാൾ അങ്ങനെ ശുദ്ധഗതിക്ക് പറഞ്ഞതൊന്നുമല്ല. പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ LGBTQ വോട്ട് മോഹിച്ചിട്ട് തന്നെയാണ്. അതിന് പറയത്തക്ക ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസേലിൻ്റെ വസ്ത്രധാരണത്തിൽ പലവട്ടം പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഷാനവാസ്. അതായത് ഒരു സ്ത്രീയുടെ വസ്ത്രം മോശമായ രീതിയിൽ ഇരുന്നാൽ കണ്ടാൽ സഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഷാനവാസിന് 2 പെണ്ണുങ്ങൾ തമ്മിൽ സെക്ഷലായിട്ട് ജീവിക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അയാളത് വോട്ടിന് വേണ്ടിയിട്ട് കാണിച്ച നാടകം മാത്രമാണ്. അത് മനസ്സിലാക്കുന്നതിന് ഒരുപാട് വിദ്യാഭ്യാസവും ഒരുപാട് അങ്ങ് കറങ്ങി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. വലിയേട്ടൻ ചമയാണ്ട് മര്യാദയ്ക്കൊക്കെ നിന്ന ഷാനവാസിന് കൊള്ളാം. നല്ല മത്സരാർത്ഥിയാണ്. ഇപ്പം ഈ അടുത്ത സമയത്ത് ഗെയിം കൊണ്ടുവന്ന് കുളമാക്കി കളഞ്ഞ ഒരു വ്യക്തിയാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സാധിക്കുമെങ്കിൽ ആദിലെ നൂറയെ ഒന്ന് തള്ളി വെളിയിൽ കളയാനായിട്ട് ഒന്ന് ബിഗ് ബോസ് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്, വോട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ ഒന്ന് അടിച്ച് വെളിയിൽ കളയാനായിട്ട് ശ്രമിക്കുക. അത്രേ പറയാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും